എഡ്ജ്ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റ് 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ തീർത്തും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഇംഗ്ലണ്ടിന് മുന്നിൽ 608 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ടീം ഇന്ത്യ 4-ാം ദിനം ഉയർത്തിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന്റെ 3 മുൻനിര വിക്കറ്റുകളും ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. 608 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ട് 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 72 എന്ന നിലയിലാണ്. ജയിക്കാനായി അവസാന ദിനം ഇംഗ്ലണ്ടിന് 536 റൺസ് വേണ്ടപ്പോൾ ടീം ഇന്ത്യക്ക് വിജയിക്കാൻ വെറും 7 വിക്കറ്റ് മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇന്ന് 4-ാം ദിനത്തിന്റെ സമഗ്രമായൊരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ക്യാപ്റ്റൻ ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയുന്നതിന് 100% റെസ്പോൺസിബിൾ ആയ ഒരു ഇന്നിംഗ്സ് ആണ് ശുഭ്മാൻ ഗിൽ കാഴ്ചവെക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ ഡബിൾ സെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു ടീം ഇന്ത്യ അദ്ദേഹം നയിച്ചിരുന്നതെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ 169 റൺസിന്റെ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം ഇന്ന് ടീമിന് നൽകിയത്. ഗില്ലിന് പുറമെ ഋഷഭ് പന്തിന്റെയും ജഡേജയുടെയും KL രാഹുലിന്റെയും അർദ്ധ സെഞ്ചുറി കരുത്തിൽ രണ്ടാം ഇന്നിംഗ്സ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 427 റൺസിനാണ് ടീം ഇന്ത്യ ഇന്ന് ഡിക്ലെയർ ചെയ്തത്. അങ്ങനെ 608 റൺസിന്റെ വമ്പൻ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് മുന്നിൽ ടീം ഇന്ത്യ ഉയർത്തിയത്. ന്യൂ ബോളിൽ ഇന്ന് ദിവസം അവസാനിക്കുന്നതിന് മുൻപേ പരമാവധി വിക്കറ്റുകൾ നേടുക എന്നുള്ള ടീം ഇന്ത്യയുടെ തന്ത്രത്തിൽ ആകാശ് ദീപിന്റെയും മുഹമ്മദ് സിറാജിന്റെയും മാജിക്കൽ സ്പെല്ലുകൾക്ക് ശേഷം 3 വിക്കറ്റുകളാണ് ടീം ഇന്ത്യക്ക് നേടാനായത്. അക്രമ ബാറ്റിംഗ് പുറത്തെടുത്ത ഡക്കറ്റിന്റെയും ജോ റൂട്ടിന്റെയും സാക് റൗളിയുടെയും വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. കളി അവസാനിക്കുമ്പോൾ ഇനിയും 540 റൺസിനടുത്താണ് ഇംഗ്ലണ്ടിന് വേണ്ടതായുള്ളത്. 3 മുൻനിര വിക്കറ്റുകൾ ടീം ഇന്ത്യ നേടിയ സാഹചര്യത്തിൽ തീർത്തും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ടീം ഇന്ത്യ. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.